ഹലോ, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മു കാശ്മീരിൽ ജമ്മു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ശ്രീനഗറിലോട്ട് പോവുകയാണ്. ശ്രീനഗറിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 3800 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ ജമ്മു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ആണ്, അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ശ്രീനഗറിലോട്ട് പോകുന്ന വഴി വരെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോഴേ നമ്മളിവിടുന്ന് ഒരു ടീമായിട്ടാണ് ഇനി ശ്രീനഗറിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ് അവിടെ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേഷനിൽ ഇപ്പോൾ പാർക്കിങ്ങിന് അങ്ങോട്ടേക്ക് നടന്നു പോവുക. അപ്പോൾ നമ്മളൊരു 10-20 പേരുണ്ട്. ഒരു ബസ്സിലാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് രാവിലെ എത്ര നേരത്തെ പോകാൻ പറ്റും അത്രയും നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് ട്രാഫിക് കുറേ കുറഞ്ഞ് കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. കണ്ടോ, ഇതാണ് അവസ്ഥ. തണുത്തിട്ട് കൈ ഇങ്ങനെ മരവിക്കുന്നത്. നല്ല തണുപ്പ്. എനിക്കിഷ്ടമാണ് തണുപ്പ്, പൊതുവെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം മഞ്ഞൊക്കെ കാണണ്ടേ, ഒക്കെ കാണാം. നമ്മളിത് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ബസ്സൊക്കെ കിട്ടുന്ന അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റേഷനിലോട്ടുള്ള എൻട്രൻസ് ഈ ഒരു ഭാഗത്താണ്. ഇനി അവിടെ പോയിട്ട് നമുക്ക് ബസ് എടുത്തിട്ട് വേണം ശ്രീനഗറിലോട്ട് പോകാൻ. ഇവിടെയുള്ളൊരു ക്ഷേത്രത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആർമി ഓഫീസേഴ്സ് ഉണ്ട്. കാരണം ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മൊത്തം അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അത് ഏതൊരു VIP പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചത്. എന്നിട്ട് കുറേ പോലീസിൻ്റെയും ആർമിയുടെയും ഒക്കെ വെഹിക്കിൾസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടത്തേക്ക് നമുക്ക് പോകാനുള്ള വണ്ടി വരും, ട്രാവലറാണ്. ഇവിടെ കുറേ ടാക്സി സർവീസ് ഉണ്ട് വൈഷ്ണോദേവിയിലോട്ട്. അങ്ങനെ അവിടുന്ന് വണ്ടിയിൽ കയറി. ഇനിയിപ്പം ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു 7 മണിക്കൂർ കൊണ്ട് നമ്മൾ ശ്രീനഗർ എത്തും. ബ്ലോക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇനിയിപ്പം കുറേ ദിവസം നമ്മൾ കാശ്മീർ താഴ്വരയിൽ തന്നെയാണ്. ഇതാണ് രാജു മാലിക്. ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്നവരെ പുള്ളിയാണ് നമ്മുടെ ഡ്രൈവർ. കുറേ ദിവസം പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാവും. അത് അവിടെയായിട്ടൊരു സൈൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രീനഗർ ഇവിടുന്ന് ലെഫ്റ്റാണ്, പത്താൻകോട്ട് ഇവിടുന്ന് റൈറ്റാണ്. കണ്ടോ? അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ ജമ്മുന്ന് ശ്രീനഗറിലോട്ട് പോകുന്ന റോഡിൻ്റെ ഒക്കെ പണികൾ വലിയ രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പോകുന്ന ഈ ഒരു നാഷണൽ ഹൈവേ വലുതാക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാണ്ടാവും, പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ റോഡുകളാണ് അങ്ങോട്ട് ഇനി ഉള്ളതൊക്കെ. അപ്പം മുന്നേ ഇതിലും മോശമായിരുന്നു, ഇപ്പം കുറേയൊക്കെ ബെറ്റർ ആയതാണ്. നമുക്ക് അപ്പോൾ ഇവിടുന്ന് ഇനി 243 കിലോമീറ്ററും കൂടെ ഉണ്ട് പോകാൻ ശ്രീനഗറിലോട്ട്. അപ്പം നല്ല സ്നോഫോളൊക്കെയാണ് അവിടെ. അപ്പോൾ ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ നമുക്ക് എടുക്കും. ഇപ്പോൾ സമയം 10 മണിയല്ലേ? 11, 12, 1, 2, 3, 4, 5, 6 മണിയാവും നമ്മളിവിടെ എത്തുമ്പോൾ വൈകുന്നേരം. അവിടെ ശ്രീനഗറിൽ പോകുന്ന റൂട്ടിൽ മൊത്തം നല്ല സ്നോഫോൾ ആയതുകൊണ്ട് വലിയ ബ്ലോക്കാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ കുറച്ചായിട്ടേ വിടുന്നുള്ളൂ. അതും നമ്മൾ ഇവിടുന്ന് കത്ര വൈഷ്ണോദേവി ക്ഷേത്രത്തിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. കാരണം ശ്രീനഗറിലോട്ടാന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് കടത്തിവിടാൻ സാധ്യത കുറവാണ്. നമ്മുടെ വണ്ടി അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറായി ബ്ലോക്കിൽ തന്നെ പെട്ട് കിടക്കുകയാണ്. തീരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഫുൾ ബ്ലോക്കാണ്. നിങ്ങൾ കണ്ടോ, ഇവിടെയൊക്കെ ഈ ഒരു റോഡ് 6 വരി പാതയാവാൻ പോവാ. അപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ജമ്മുന്ന് ശ്രീനഗറിലോട്ട് പോകുന്ന റോഡൊക്കെ മാറും. വളരെ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം തന്നെ കുറേ തുരങ്കങ്ങളൊക്കെ വന്നിട്ട് കുറേ അടിപൊളി ആയിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂർ നമ്മളിവിടെ ബ്ലോക്കിൽ കുടുങ്ങി. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ വണ്ടി മെല്ലെ മെല്ലെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ശ്രീനഗർ, ഉദ്ധംപൂർ ഒക്കെ സ്ട്രെയിറ്റ് ആണ്. ഈ ഒരു നെയിം ബോർഡ് കണ്ടോ? അവിടെ കത്രയിലോട്ട് 37 കിലോമീറ്റർ, ഉദ്ധംപൂർ 57 കിലോമീറ്റർ, ബാരാമുള്ള 340, കാർഗിൽ 489, ലേയിലോട്ട് ഇവിടുന്ന് 723 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം. അതിൽ ശ്രീനഗർ കൊടുത്തിട്ടില്ല. ഈ കാണുന്നതൊക്കെ മിലിറ്ററീൻ്റെ ഭൂമിയാണ്. അതാണ് അവിടെയൊക്കെ വേലി കെട്ടി വെച്ച് കണ്ടോ. ഇതൊക്കെ മിലിറ്ററിയുടെ സ്ഥലങ്ങളായി ഈ ഭാഗത്തുള്ളത് മൊത്തം. ഇവിടെ ഇഷ്ടംപോലെ മിലിറ്ററിക്ക് സ്ഥലങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ആർമി ഓഫീസേഴ്സിനെ കാണാറേ ഇല്ലല്ലോ ഡ്യൂട്ടി ചെയ്യുന്നത്.
ഇപ്പോൾ ഇവിടെയൊക്കെ വന്നാൽ ഇവിടെ പോലീസുകാരെക്കാട്ടും കൂടുതൽ അവരാണുള്ളത്. ജമ്മുന്ന് നമുക്ക് ശ്രീനഗറിലോട്ട് പോകുന്ന പല സ്ഥലങ്ങളും കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് ആർമി ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെ നിങ്ങൾക്ക് കണ്ടോ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു വലിയ ഫ്ലക്സ് കണ്ടോ അവിടെ. അപ്പോൾ ആ ബാക്കിൽ ഞങ്ങളുടെ ബാഗൊക്കെ കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് കുറേ യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഇരിപ്പോടെ ഇരിപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ അവിടെ നമ്മൾ മെല്ലെ മെല്ലെയാണ് അങ്ങോട്ടേക്ക് പോവുക. ഇവിടെയും കണ്ടോ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു വലിയ ഫ്ലക്സ് വെച്ചത് ബോർഡ്. ഓപ്പറേഷൻ സിന്ദൂർ ശരിക്കും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു അല്ലേ അത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള ഫസ്റ്റ് ടോൾ ബൂത്തായത്. അവിടെ ദൂരെയായിട്ട് നിങ്ങൾക്ക് മഞ്ഞുമലകൾ കാണാൻ പറ്റുന്നില്ലേ, നല്ല ദൂരെയായിട്ടാണ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് മഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ ജമ്മു കഴിഞ്ഞ് ശ്രീനഗറിലോട്ട്, അതായത് കാശ്മീർ പ്രോപ്പർ കാശ്മീരിലോട്ട് കയറുമ്പോൾ നമുക്ക് നല്ല മഞ്ഞ് കാണാൻ പറ്റും. അവിടെ ആ ഒരു മതിലേ ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? അതാ വണ്ടിയുടെ മുകളിലോട്ടേ ചാടി അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. നമ്മളിത് അവിടുന്ന് ഫസ്റ്റ് ടണലിലോട്ട് കയറാൻ പോവാം. ഇതൊക്കെ ചെറിയ ചെറിയ ടണലാണ്. ഇവിടുന്ന് നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ 9 കിലോമീറ്റർ ദൂരം വരുന്നൊരു ടണലുണ്ട്. ഇവിടുന്ന് അടുത്ത ടണല്. ശരിക്കും ഈ ടണലുകൾ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഓരോ മലകളുടെയും സൈഡിൽ കൂടെ ചുറ്റി വളഞ്ഞ് വേണമായിരുന്നു അവിടത്തേക്ക് ശ്രീനഗറിലോട്ട് പോകാനായിട്ട്. ഒരുപാട് സമയം വേണ്ടിയിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള കുറേ ടണലുകളൊക്കെ വന്നതിന് ശേഷം ദൂരവും സമയമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ നാടും മാറുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ നിങ്ങൾ റോഡിൻ്റെ പണികൾ നടക്കുക. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ കൊണ്ടൊക്കെ മാറും. അവിടെയൊക്കെ കണ്ടോ ദൂരെയായിട്ട് മഞ്ഞ് വീണെടുക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പം മഞ്ഞ് കാണാൻ പറ്റും കേട്ടോ, നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. കാരണം നല്ല സ്നോഫോളാണ് ഇപ്പോൾ ശ്രീനഗറിലൊക്കെ ഉള്ളത്. നമുക്കതൊക്കെ കാണാൻ പറ്റും. ഈ റോഡിൻ്റെ ഒക്കെ പണി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രീനഗറിൽ എത്തുന്ന പോലെയായിട്ട് മാറും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെയൊക്കെ അടിപൊളി റോഡുകളായിട്ടുണ്ടാവും. നമ്മളവിടെ രാവിലെ ട്രെയിൻ ഇറങ്ങിയിട്ടേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം നേരെ അവിടുന്ന് കയറിയതല്ലേ. അപ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ ഈ ഒരു ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടാവും. എന്താ നോക്കാം. ഇവിടുന്ന് നമ്മൾ റൊട്ടിയും അതുപോലെ തന്നെ പനീറിൻ്റെ ഒരു കറിയാണ് ഓർഡർ ചെയ്തത്. ബുർജി പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവം. ഒരു ചായയും. ഇപ്പോൾ ആ കൂടെയുള്ളവരൊക്കെ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പല ടൈപ്പ് ഫുഡ്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ബജ്ജികളില്ലേ, അതുപോലെ തന്നെയുള്ള ബജ്ജികളാണ് ഇതൊക്കെ. നമ്മളിതാ ഇപ്പോൾ ജമ്മുന്ന് ശ്രീനഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 230 കിലോമീറ്റർ പോകാനുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. അപ്പോൾ എനിക്ക് മുന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ടുള്ള കുന്നുകൾ കുറേ ബാക്കിൽ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അതാ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 5-6 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. അപ്പം മഞ്ഞൊക്കെ വീഴുവാണെങ്കിൽ 8 മണിക്കൂർ, എങ്ങനെയായാലും രാത്രി 7-8 മണിയാവും അവിടെ എത്തുമ്പോൾ. അവിടെയായിട്ട് കണ്ടോ മഞ്ഞ് വീണ് കിടക്കുന്നത്. ഇനി ഇതാ ഈ ഒരു റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളെ കൂടെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളൊന്നിച്ച് ജമ്മു കാശ്മീർ എന്ന് പറയുമെങ്കിലും ജമ്മുവിൻ്റെയും ഇവിടെ കാശ്മീർ താഴ്വരയുടെയും സംസ്കാരങ്ങളൊക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ജമ്മു എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ വിൻ്റർ സമയത്തെ ക്യാപിറ്റലാണ്. വിൻ്റർ അല്ലാതെ ബാക്കി ടൈമിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രീനഗറാണ്. 2 തലസ്ഥാനങ്ങളുണ്ട് ജമ്മു കാശ്മീരിന്. ഇപ്പോഴും നല്ല തണുപ്പാണ് പുറത്തൊക്കെ. ഇവിടെ നിങ്ങൾ പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു മങ്ങിയ പോലെയല്ലേ, ഒരു വൈകുന്നേരം ഒരു സന്ധ്യ ആവാറായ ടൈം പോലെ തോന്നില്ലേ. പക്ഷേ സമയം ഉച്ചയാണ്. അതാണ് ഇവിടെ എപ്പോഴും സൂര്യപ്രകാശം വളരെ കുറവായിരിക്കും ഈ വിൻ്റർ സമയത്ത്. അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. എപ്പോൾ ഇങ്ങനെ മങ്ങിയ പോലെ ആയിരിക്കും നമ്മൾ പോകുന്ന വഴി മൊത്തം. ഇപ്പോഴും നമ്മൾ ദൂരെ മഞ്ഞ് കാണുന്നുള്ളൂ. ആ മലയുടെ ഒക്കെ മുകളിലാണ് മഞ്ഞ് വീണെടുക്കുന്നത് കാണുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ശ്രീനഗറൊക്കെ എത്താറാവുമ്പം, ശ്രീനഗർ എത്തണ്ട, നമ്മൾ കാശ്മീർ
വാലിയിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ, അതായത് ജമ്മു കഴിഞ്ഞ് കാശ്മീരിലോട്ട് കയറുമ്പം തന്നെ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞ് കാണാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ മഞ്ഞ് വീണെടുക്കുന്ന കണ്ടെങ്കിൽ മുഴുവനും മഞ്ഞ് വീണെടുക്കുന്ന മലകൾ ഇപ്പോൾ കാണാൻ തുടങ്ങിയില്ലേ? അതാണ് അവിടെ കണ്ടോ, മൊത്തം മഞ്ഞ് വീണെടുക്കുന്ന മലകളാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? നമ്മളിപ്പോൾ ഈ പോകുന്ന നാഷണൽ ഹൈവേ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? നാഷണൽ ഹൈവേ 44 ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൂരത്തിലുള്ള, ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആണിത്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു നാഷണൽ ഹൈവേ ഇവിടെ ശ്രീനഗർ വരെ ഉണ്ട്. അതായത് ഏകദേശം 4000-ന്റെ മുകളിൽ, കറക്റ്റ് പറയുവാണെങ്കിൽ 4113 കിലോമീറ്റർ ദൂരത്തിലുള്ള നാഷണൽ ഹൈവേ കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ നാഷണൽ ഹൈവേ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആലോചിച്ച് നോക്ക്, കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാശ്മീർ വരെ ഈ ഒരു നാഷണൽ ഹൈവേ ഉണ്ട്. അതിലൂടെയാട്ടോ നമ്മളിപ്പോൾ ഈ പോകുന്നത്. വീടുകളും പുറകില് മഞ്ഞുമലയും. ഇവിടെയൊക്കെ നിങ്ങൾ ഈ കാണുന്ന ലോറികളുണ്ടോ, ഇത് പലതും ആപ്പിള് കൊണ്ടുപോകുന്നതാണ്. അതായത് ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് കയറ്റി അയക്കുന്ന സാധനമാണ് ആപ്പിള്. അതുപോലെ തന്നെ കുങ്കുമപ്പൂവ്. ഇന്ത്യയിൽ കുങ്കുമപ്പൂവ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്റ്റേറ്റാണ് ജമ്മു കാശ്മീർ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കാശ്മീർ വാലിയിലോട്ട് കയറുന്ന സമയത്ത് ഇഷ്ടം പോലെ നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടാക്കുന്ന സ്ഥലം കാണാൻ പറ്റും. നമ്മളിത് അടുത്ത ടോളെത്തി. ഇവിടുന്നാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആ ഒരു ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 കിലോമീറ്റർ നീളത്തിലുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഈ കയറാൻ പോകുന്ന ടണൽ. അതിൻ്റെ ഒരു ടോൾ ബൂത്താണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ നാഷണൽ ഹൈവേയിലുള്ള ഏറ്റവും നീളം കൂടിയ ടണലിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ ഒരു ടണൽ അറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലാണ്. ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ടണലിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. 2017 ഈ ഒരു ടണലിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. ഈ ഒരു ടണൽ വന്നതോടുകൂടി നമുക്ക് 30 കിലോമീറ്റർ ദൂരം നമുക്ക് ലാഭിക്കാൻ പറ്റും. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ടണൽ ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, 30 കിലോമീറ്റർ ചുറ്റി പോകേണ്ട സ്ഥാനത്ത് നമുക്കിപ്പോൾ ഈ ഒരു ടണലിലൂടെ 9 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. നമ്മുടെ രാജ്യവും ഒരു വേൾഡ് ക്ലാസ്സിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത്ര വലിയ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇതുപോലെ വലിയ വലിയ മലകളൊക്കെ തുരന്ന് അതിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ ടണലുകളൊക്കെ, നമ്മുടെ വേറെ രാജ്യങ്ങളൊക്കെ ഇങ്ങനത്തെ ടണലുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനും ഇതൊക്കെ സാധിക്കുമെന്ന് നമ്മുടെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ശരിക്കും വലിയ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇത് മാത്രമല്ല, നമ്മുടെ റെയിൽവേയുടെ ബ്രിഡ്ജില്ലേ, ചെനാബ് ബ്രിഡ്ജ്, ശരിക്കും നമ്മളിപ്പം ബൈ റോഡ് വന്നുകൊണ്ടാണ്, നമ്മൾ അവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് ശ്രീനഗറിലോട്ട് വരുന്നതെങ്കിൽ നമുക്ക് ആ ചെനാബ് ബ്രിഡ്ജിലൂടെ വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഇതും. ഏകദേശം 9 കിലോമീറ്ററിൻ്റെ മുകളിലാണ് ഈ ഒരു ടണലിൻ്റെ നീളം എന്ന് പറയുന്നത്. ശരിക്കും അത്ഭുതമാണ്. ആ ടണലിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ശരിക്കും നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായ സ്റ്റേറ്റ് കാശ്മീരാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇവിടുന്ന് കാണാനുള്ളതൊക്കെ. ഈ ഒരു റോഡിൻ്റെ താഴെ ഭാഗത്തൂടെ ചെനാബ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കിട്ടും. ഈ ഒരു നദിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈഫേൽ ടവറിനേക്കാളും ഉയരത്തിലാണ് ആ ഒരു ബ്രിഡ്ജ് ഉള്ളത്. ഈ നദി ഹിമാചൽ പ്രദേശിലെ സ്പിതി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ഈ ഒരു വഴി ഒഴുകി ഇത് നേരെ നമ്മുടെ പാകിസ്ഥാനിലോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒഴുകുന്ന നദിയാണ് ചെനാബ് നദി എന്ന് പറയുന്നത്. അതിൻ്റെ തീരമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ തീരത്തൂടെയാണ് നമ്മുടെ ഈ ഒരു ഹൈവേ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ മഞ്ഞ് കണ്ടു തുടങ്ങി. ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ മഞ്ഞാണ്.
അതാണ് നേരത്തെ നമ്മൾ അവിടെ ബ്ലോക്കിൽ കുടുങ്ങിയില്ലേ, അപ്പം ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല മഞ്ഞ് വീഴ്ചയായിട്ട് റോഡൊക്കെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് വാഹനങ്ങളൊന്നും ആ സമയത്ത് വിടാതിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകും തോറും നമ്മൾ കൂടുതൽ മഞ്ഞിങ്ങനെ കണ്ടു തുടങ്ങും. വീണ്ടും നമ്മളിതാ ഇവിടെ ഒരു ബ്ലോക്കിൽ കുടുങ്ങിയതാ. ആ സമയത്ത് ഞാൻ അവിടെ ദൂരെയായിട്ടേ ഒരു അരുവി പോലെ പോകുന്നത് കണ്ടോ? അതൊരു ചെറിയ അരുവിയാന്ന് തോന്നുന്നു. മുകളിലോട്ടൊക്കെ മഞ്ഞ് വീണ് കിടക്കുക. ശരിക്കും ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ആ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം അവിടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ മെല്ലെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കും മെല്ലെ മെല്ലെ പോകാൻ പറ്റുന്നുണ്ടാവും. അങ്ങോട്ടൊക്കെ റോഡ് ബ്ലോക്കായിട്ടും അല്ലാണ്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുക. അപ്പം കുറേ നേരമായി നമ്മളിവിടെ ഇപ്പോൾ ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടിയും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒഴിവായി പോയെന്ന് തോന്നുന്നു. കാരണം കൂടുതൽ ബ്ലോക്ക് വന്നാൽ നമ്മളവിടെ എത്താൻ വീണ്ടും വീണ്ടും ലേറ്റ് ആവും. ഇപ്പം തന്നെ നമ്മളവിടെ എത്തുമ്പോൾ ഒരു 7-8 മണിയാവുമെന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തൊക്കെ റോഡ് നല്ല ചെറുതാണ്. അതുകൊണ്ട് കണ്ടില്ലേ നിങ്ങൾ, താഴേന്നേ തൂണുകൾ ഉണ്ടാക്കിയിട്ട് വലിയ പദ്ധതികൾ അവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ ഇനി അടിപൊളിയായിട്ട് മാറും. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഫുള്ള് മഞ്ഞുമലകളാണ് കാണുന്നുണ്ടോ നിങ്ങൾ? അത് ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ വീടുകളുണ്ട് ഒരുപാട്. നമ്മുടെ റോഡാണ് ഈ വളഞ്ഞ് പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇപ്പോൾ ബ്ലോക്കാണ്, മുഴുവൻ ബ്ലോക്കാണ്. കാരണം ഒരു സൈഡിലോട്ടുള്ള വാഹനങ്ങൾ പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഇതുവഴിയൊക്കെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ വലിയ വലിയ റോഡുകളൊക്കെ വരാൻ പോകും. അപ്പം മൊത്തം നമുക്ക് ജമ്മുന്ന് ശ്രീനഗറിലോട്ട് പോകാനുള്ള വഴികളൊക്കെ ഇനി അടിപൊളിയായിട്ട് മാറും. ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങി പോകുന്നതുകൊണ്ട് മെല്ലെ മെല്ലെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് നോർമലി നമ്മളൊരു 5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ശരിക്കും. പക്ഷെ നമ്മൾ 8 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ എടുക്കുന്നത് ഇങ്ങനെ റോഡ് പല സ്ഥലത്തും ചെറുതാണ്, ബ്ലോക്ക് വരുന്നുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നമുക്ക് റോഡ് സൈഡിൽ ഇഷ്ടംപോലെ മഞ്ഞ് വീണ് നടക്കുന്ന കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് മൊത്തം കാണാനുള്ളത്. കാരണം മുഴുവൻ മഞ്ഞാണ്. ഈ മൊത്തം മഞ്ഞിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് അങ്ങോട്ട് നമ്മളിനി പോകാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ചിനാബ് ബ്രിഡ്ജിൻ്റെ ഒക്കെ പണി കഴിഞ്ഞതിന് ശേഷം വന്ദേ ഭാരത് മാത്രമാണ് ജമ്മുന്ന് ശ്രീനഗറിലോട്ട് സർവീസ് ചെയ്യുന്നുള്ളൂ. ഭാവിയിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, അതിലുണ്ട് നമ്മൾ വന്ന ഹിമസാഗർ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് ഇനി ശ്രീനഗർ വരെയൊക്കെ നീട്ടുണ്ടാവും. കാരണം അതിനുള്ള സൗകര്യമൊക്കെ ഇപ്പം ഉണ്ട്. അവിടെ വരെ ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്. പണ്ട് അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ബ്രിഡ്ജ് വരുന്നതിൻ്റെ മുന്നേ ഖത്ര വരെയായിരുന്നു നമ്മുടെ റെയിൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലോട്ട് വേറെ തന്നെ ഒരു ട്രെയിൻ സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഡെമുകളൊക്കെ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ആ ഒരു ബ്രിഡ്ജ് വന്നതിന് ശേഷം ഡയറക്റ്റ് കണക്ടിവിറ്റി വന്നു. നമ്മളെ ഇപ്പോൾ ജമ്മുന്ന് ശ്രീനഗർ പോകുന്ന വഴിയിൽ ബനിഹാളാണുള്ളത്. ഒന്ന് നോക്ക് നിങ്ങൾ, ചുറ്റുമുള്ളൊരു കാഴ്ച. ബനിഹാളാണിത്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. അയ്യോ, എന്താ പറയണ്ടേ, അടിപൊളി. യുവനെ നോക്ക്. നമ്മൾ ഒരിക്കലെങ്കിലും ലൈഫിൽ ഈ ഒരു വിൻ്റർ സമയത്ത് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യണം. അത്ര മനോഹരമാണ്. നിങ്ങൾക്കത് ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പം എത്രത്തോളം ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാനിതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള മഞ്ഞുമലകളും ഇതുപോലെയുള്ള റൂട്ടിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ എനിക്കുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ഒരിക്കലെങ്കിലും നമ്മൾ ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യണം. അത്ര മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ റൂട്ടിൽ ഞാനിതാ ഇപ്പോൾ പോകുന്നത്. മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു ടോൾ ബൂത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാശ്മീർ താഴ്വരയാണ്. ജമ്മു ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ടോൾ ബൂത്ത് കഴിയുന്നതോടുകൂടി നമ്മൾ കാശ്മീർ വാലിയിലോട്ട് കയറാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് മൊത്തം കാശ്മീരാണ്. നമ്മൾ ജമ്മു കാശ്മീരിന്ന് ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും കാശ്മീർ താഴ്വരയും ജമ്മു ഏരിയ ആയിട്ട് 2 റീജിയനായിട്ടാണ് നമ്മുടെ ജമ്മു കാശ്മീർ കിടക്കുന്നത്. അതിൽ ജമ്മുവിലൂടെയായിരുന്നു നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തത്. ഈ ഒരു ടോൾ ബൂത്തോടു കൂടി ജമ്മു അവസാനിച്ചു. ഇനി നമ്മൾ കാശ്മീർ താഴ്വരയിലേക്കാണ് കയറാൻ പോകുന്നത്. മനോഹരമായ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കാശ്മീരിൻ്റെ ആ ഒരു ഭംഗിയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ആസ്വദിക്കാൻ പോകുന്നത്. ഈ യാത്രയിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നുണ്ട്. അതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ സോൻമാർഗ് പോകുന്നുണ്ട്, ഗുൽമാർഗ് പോകുന്നുണ്ട്, പഹൽഗാം പോകുന്നുണ്ട്, ഇവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ശ്രീനഗർ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി അങ്ങോട്ട് വരാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാശ്മീർ താഴ്വരയിലൂടെ ശ്രീനഗറിലോട്ടുള്ള യാത്രയാണ് ഇനി അങ്ങോട്ടുള്ളത്. ശരിക്കും എന്ത് ഭംഗിയാണില്ലേ ഈ വെള്ള പൊതച്ച് കിടക്കുന്ന മലനിരകൾ, അതിൻ്റെ നടുവിലൂടെ മഞ്ഞിൻ്റെ നടുവിലൂടെയുള്ള റോഡുകൾ, അതൊക്കെ കണ്ടുകൊണ്ടുള്ള ഈ ഒരു യാത്ര ശരിക്കും ഭയങ്കര നമുക്ക് വാക്കുകൾ കിട്ടാത്ത ചില സമയങ്ങളിൽ എന്താ പറയേണ്ടതെന്ന് അറിയാത്ത, നമ്മളിങ്ങനെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോവാന്നൊക്കെ പറയുന്ന ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ കാശ്മീർ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസംബറിലൊക്കെ നല്ല തണുപ്പ് തുടങ്ങും, തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞും സ്നോഫോളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ജനുവരി 15 ശേഷം വരുന്നതായിരിക്കും. ജനുവരി 15 മുതൽ ജനുവരി അവസാനം, അതായത് 31 വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു മഞ്ഞ് വീഴ്ചയും മഞ്ഞൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഡിസംബറിലും ജനുവരിയുടെ ആദ്യ ആഴ്ചകളിലൊന്നും ശ്രീനഗറിൽ ഇത്രത്തോളം സ്നോഫോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെയാണ്, ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയെന്നാണ്. അങ്ങനെ നമ്മളിത് അവിടെ ശ്രീനഗർ എത്തി. ഇപ്പോൾ ഇവിടെ -3 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ, ഭയങ്കര തണുപ്പാ. ഗ്ലൗസും ഇതൊക്കെ ഇട്ടിട്ടും നല്ല തണുപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തൊരു ജാക്കറ്റ് കൂടെ ഇടാണ്ട്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഗുൽമാർഗ് പോവും, മറ്റന്നാൾ സോനമാർഗ്, പഹൽഗാം, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, ഇവിടുത്തെ ശ്രീനഗറിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ജമ്മുന്ന് തുടങ്ങിയ യാത്ര ഇവിടെ ശ്രീനഗറിൽ ഹോട്ടലെത്തിയിട്ട് ഇപ്പം എന്താ പറയുക സെറ്റിൽ ആയതാണ്. ഇനി ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പം ഭക്ഷണം എന്താണെന്ന് കൂടി നിങ്ങളെ കാണിച്ചു തരാൻ നോക്കട്ടെ. ഒരു ലേറ്റ് ആവുകയാണെങ്കിൽ അത് ഞാൻ നാളെ തൊട്ടുള്ള ഭക്ഷണം കാണിച്ചു തരാം. എന്താണെന്ന് അറിയില്ല, അവിടെ ഇപ്പോൾ ജസ്റ്റ് റൂമിൽ എത്തിയിട്ടേ ഉള്ളൂ. നല്ല ടൈം എടുത്തു, ഫുൾ ബ്ലോക്കായിരുന്നു. സ്നോഫോൾസ് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്കായിട്ടേ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും സമയം എടുത്തു. നമ്മളൊരു 6 മണിക്ക് എത്തുമെന്ന് വിചാരിച്ചു. ഇപ്പം 9 മണി 9:30 ആവാറായി ഈ സമയത്ത് അവിടെ എത്തിയത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇപ്പം തന്നെ ആണെങ്കിൽ അതുകൂടെ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ കാരണം ഫോണിൽ ചാർജ് കുറവാണ്. അപ്പം ഇല്ലെങ്കിൽ നാളെ തൊട്ടുള്ള നമുക്ക് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ കുറേ മഞ്ഞും സംഭവമൊക്കെ കണ്ടില്ലേ, അപ്പം അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നല്ല തണുപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസായിട്ട് പറയണം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തൊട്ടുള്ള മനോഹരമായ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.